അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാനുള്ളത് ഇറ്റ് ഇസ് 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഓക്കെ, അതായത് ഈ 8085 ഏതൊക്കെ തരം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 8085 ലഭ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ച് കൺട്രോൾ ആൻഡ് സ്റ്റാക്ക് IO മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് 5 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ ഈ 8085 ഇൻസ്ട്രക്ഷൻസിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സെറ്റായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കാണാനുള്ളത് ഇറ്റ് ഈസ് ദി ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫറിന് ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസാണ് നമുക്ക് 8085 അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ടേബിൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഓപ്പ് കോഡ്, ഓപ്പറൻറ്റ്, പിന്നെ അതെന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം MOV ഓക്കെ എന്നുള്ളതാണ് ഓപ്പ് കോഡ്. ഇതിൻ്റെ ഓപ്പറൻറ്റ് RD എന്നും RS എന്നും 2 ഓപ്പറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? മൂവ് ദ കണ്ടൻറ്റ് ഓഫ് വൺ രജിസ്റ്റർ ടു അനദർ രജിസ്റ്റർ. ഒരു രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിനെ വേറെ രജിസ്റ്ററിലേക്ക് മാറ്റാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് മൂവ് RD RS. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഇൻസ്ട്രക്ഷൻ കോപ്പീസ് ദ കണ്ടൻറ്റ്സ് ഓഫ് ദ സോഴ്സ് രജിസ്റ്റർ RS ഇൻ ടു ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RD. ദ കണ്ടൻറ്റ്സ് ഓഫ് ദ സോഴ്സ് രജിസ്റ്റർ ആർ നോട്ട് ചേഞ്ച്ഡ്. അപ്പോൾ RS എന്നുള്ള അത് ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ അക്യൂമുലേറ്റർ ആയിരിക്കാം. അതിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റുന്നു? വേറെ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. മൂവ് B, C. അപ്പോൾ ബിയും സിയും നമുക്കറിയാം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? മൂവ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ ടു B. ഓർക്കേണ്ട ഒരു കാര്യം, മൂവ് എന്ന് പറഞ്ഞാലും സിയിൽ നിന്നും ബിയിലേക്ക് ഡാറ്റ മാറ്റി കഴിഞ്ഞാലും സിയിൽ ഡാറ്റ അതുപോലെ തന്നെ ഉണ്ടാവും. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുക, മൂവ് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യില്ല, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് മൂവ് B, C. അപ്പോൾ അത് ഒരു രജിസ്റ്ററിൽ നിന്നും വേറെ രജിസ്റ്ററിലേക്ക് മാറ്റാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്ത നോക്കിയേ, MOV മൂവ് RD, M. എന്താ? മൂവ് ദ കണ്ടൻറ്റ് ഓഫ് മെമ്മറി ടു രജിസ്റ്റർ. അപ്പോൾ ഇവിടെ എന്താണ്? കോപ്പീസ് ദ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് ഈസ് ഇൻ ദ HL പെയർ ഇൻ ടു ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RD. ദ കണ്ടൻറ്റ് ഓഫ് ദ സോഴ്സ് അഗെയിൻ ഹാസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? ഏതോ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഏതോ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്ക് നമ്മൾ നീക്കുന്നു 8-bit ഡാറ്റ. ഓക്കെ, അതാണ് ഇവിടെ കൊടുക്കണം. മൂവ് B, M. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൂവ് B, M. അവിടെ എന്താണ്? മൂവ് കണ്ടൻറ്റ്സ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ഇൻ ദ HL പെയർ ടു രജിസ്റ്റർ B. അപ്പോൾ ഈ ഏത് മെമ്മറി ലൊക്കേഷൻ ആണെന്നുള്ളതിൻ്റെ അഡ്രസ്സ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ HL പെയറിലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ 16 ബിറ്റാണ്. അതുകൊണ്ടാണ് HL പെയർ നമ്മൾ പറയാൻ കാരണം ഈ നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് B.C.D.E.H.L ഇതിനെല്ലാം ഓരോ ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അഡ്രസ്സ് 2 ബൈറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ HL പെയർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മെമ്മറി ലൊക്കേഷനിൽ നിന്നും ഏതോ ഒരു രജിസ്റ്ററിലേക്ക്. മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് റാമിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, മൂവ് M, RS. നേരെ തലതിരിഞ്ഞ അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താ? മൂവ് ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ടു മെമ്മറി. ഏതോ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ ഇരിക്കുന്ന ഡാറ്റയെ നമ്മളെങ്ങോട്ടേക്ക് നീക്കുക? നമ്മുടെ മെയിൻ മെമ്മറി റാമിലേക്ക് നീക്കുക. അതാണ് കോപ്പീസ് ദ കണ്ടൻറ്റ് ഓഫ് ദ സോഴ്സ് രജിസ്റ്റർ RS ടു എ മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് ഈസ് ഇൻ ദി HL പെയർ. ദ കണ്ടൻറ്റ് ഓഫ് ദ കണ്ടൻറ്റ് സോഴ്സിലിരിക്കുന്ന കണ്ടൻറ്റ് ഒരിക്കലും മാറുന്നില്ല. ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം ഇരിക്കുന്ന സ്ഥലത്ത് ഡാറ്റ അതുപോലെ തന്നെ ഇരിക്കണം. അതിൻ്റെ ഒരു കോപ്പിയാണ് എടുത്ത് വേറെ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മൂവ് 875H. നമ്മൾ സാധാരണ M ആണ് അവിടെ കൊടുക്കാറുള്ളത്. M, C എന്നാണ്. മൂവ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ C ടു മെമ്മറി. ഇവിടെ മെമ്മറി ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ സാധാരണ M എന്നാണ് പറയുക. ഈ 875H എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കാണിക്കാൻ കാരണം ശരിക്കും അവിടെ M ആണ് വരേണ്ടത്. ഓക്കെ, ഈ 875 എവിടെയായിരിക്കുക? HL പെയറിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് നോക്കി MVI RD, ഡാറ്റ. അപ്പോൾ അതെന്താണ്? മൂവ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ ടു MVI RD, data, move immediate to
8 bit to register. ഇത് നമ്മൾ മുമ്പ് കണ്ടൊരു കാര്യമാണ്. മൂവ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ 8 bit ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RD. ഹിയർ ഡാറ്റ ഈസ് ഗിവൺ ഡയറക്ട്ലി ആസ് ദി ഓപ്പറൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റയെ നേരിട്ട് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RDയിലേക്ക് മാറ്റുന്നു. എക്സാമ്പിൾ MVIB, 57H. അപ്പോൾ 57H എന്താണ്? അത് നമ്മുടെ അഡ്രസ്സോ ഒന്നുമല്ല, ഡാറ്റ തന്നെയാണ്. ആ ഡാറ്റയെ നേരിട്ട് എവിടെ കൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു? നേരിട്ട് നമ്മൾ നമ്മുടെ B എന്നുള്ള ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ. ഇനി അടുത്ത് MVIM, ഡാറ്റ. എന്താണ്? ഡാറ്റ എടുത്തിട്ട് നമ്മൾ നേരെ എവിടെ കൊണ്ടു കൊടുക്കുന്നു? മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടു കൊടുക്കുന്നു, അല്ലേ? മൂവ് ഇമ്മീഡിയറ്റ് 8 bit to മെമ്മറി. അപ്പോൾ 8 bit ഡാറ്റ ഈസ് മൂവ് ടു മെമ്മറി ലൊക്കേഷൻ M. ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്ന കാര്യമില്ല. മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? HL പെയറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ MVIM, 87H. അപ്പോൾ 87H എന്നുള്ള ഡാറ്റയെ നമ്മൾ എവിടേക്ക് നീക്കുന്നു? M എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് നീക്കുന്നു. എമ്മിൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഉണ്ടാവുക? അഡ്രസ്സ് ഉണ്ടാവുക HL പെയറിലാണ്. ഓക്കെ. അടുത്തത് ലോഡ് അക്യൂമുലേറ്റർ ഡയറക്റ്റ്, LDA. അതെന്താ നോക്കിയേ? ദ കണ്ടന്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദി 16 bit അഡ്രസ് ഓഫ് ദി ഓപ്പറൻറ്റ് ആർ കോപ്പി ടു ദ അക്യൂമുലേറ്റർ. അതായത് നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ അതിൽ ഒരു അഡ്രസ്സ് ഒരു 16 bit അഡ്രസ്സുള്ള ഒരു മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന അത് എങ്ങോട്ടൊക്കെ നീക്കുന്നു? അക്യൂമുലേറ്ററിലേക്ക് നീക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. LDA 2034H. അതിൻ്റെ മീനിങ് എന്താ? കോപ്പീസ് ദ ഡാറ്റ ഇൻ മെമ്മറി ലൊക്കേഷൻ 2034H ടു അക്യൂമുലേറ്റർ. അപ്പോൾ 2034H എന്നുള്ളത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 16 bit അഡ്രസ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന ഡാറ്റയെ അക്യൂമുലേറ്ററിലേക്ക് നീക്കുന്നു. പ്രത്യേകം ഓർക്കുക, ഇവിടെ നമ്മൾ നീക്കുന്നത് 2034 എന്നുള്ള നമ്പറിനെ അല്ല, അതൊരു അഡ്രസ്സാണ്. ഈ അഡ്രസ്സിൽ ഇരിക്കുന്ന ആളെയാണ് നമ്മൾ എങ്ങോട്ടേക്ക് നീക്കുന്നത്? അക്യൂമുലേറ്ററിലേക്ക് നീക്കുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ, നിങ്ങൾ സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ നിന്നും അംജിത്തിനെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന അംജിത്തിനെ വിളിച്ചുകൊണ്ട് വരാനാണ്, സെക്കൻഡ് ഇയർ ക്ലാസ്സിനെ വിളിച്ചുകൊണ്ട് വരാനല്ല. എന്ന് പറഞ്ഞ പോലെ 2034H എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷനാണ്. അതിനുള്ളിൽ ആരോ ഇരിപ്പുണ്ട്, ഈ അഡ്രസ്സിൽ ആരോ ഇരിപ്പുണ്ട്. ആ ആളെ പിടിച്ച് അക്യൂമുലേറ്ററിലേക്ക് മാറ്റുക എന്നാണ് എൻ്റെ മീനിങ്. LDA 2034 എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ. ഇനി അടുത്ത ശ്രദ്ധിച്ച് നോക്കിയേ, LDAX. ഓക്കെ. അതിൻ്റെ കൂടെ വരുന്നൊരു രജിസ്റ്റർ പെയറാണ്. ഓക്കെ. അപ്പോൾ എന്താ എൻ്റെ മീനിങ് എന്താ? ലോഡ് അക്യൂമുലേറ്റർ ഇൻഡയറക്റ്റ്. അപ്പോൾ കണ്ടന്റ് ഓഫ് ദ ഡെസ്റ്റിനേറ്റഡ് രജിസ്റ്റർ പെയർ പോയിന്റ് ടു എ മെമ്മറി ലൊക്കേഷൻ. ദിസ് ഇൻസ്ട്രക്ഷൻ കോപ്പീസ് ദ കണ്ടന്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഇൻ ടു ദ അക്യൂമുലേറ്റർ. ദ കണ്ടന്റ് ഓഫ് ഐദർ രജിസ്റ്റർ ഓർ ദ മെമ്മറി ലൊക്കേഷൻ ആർ നോട്ട് ചേഞ്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഈ LDAX നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ് കാണുകയാണെങ്കിൽ മിക്കവാറും അത് രജിസ്റ്റർ പെയറിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നോക്കി, LDAXB. എൻ്റെ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. LDAXB അതെന്താ ചെയ്യണം നോക്കി? കോപ്പീസ് ദ കണ്ടന്റ് ഓഫ് ദ രജിസ്റ്റർ. B എന്ന് മാത്രമല്ല, Bയും Cയും ഉണ്ടാവും. ഓക്കെ. രജിസ്റ്റർ പെയർ ആയ കാരണം B എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എന്തുണ്ടാവും? രജിസ്റ്റർ പെയർ ആയ കാരണം Bയും Cയും ആണ് രജിസ്റ്റർ പെയർ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ദ കണ്ടന്റ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് രജിസ്റ്റർ പെയർ പോയിന്റ് ടു എ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന ആളെ കൊണ്ട് എവിടെ കൊണ്ടുവയ്ക്കുന്നു? അക്യൂമുലേറ്ററിൽ കൊണ്ട് വയ്ക്കുന്നു. ഓർക്ക് നമ്മുടെ രജിസ്റ്റർ പെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു 16 bit ഡാറ്റയാണ്. 16 bit ഡാറ്റ മെമ്മറി അഡ്രസ്സസ് ഒക്കെ എന്താണ്? 16 bit ആണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ ഒരു സാധനം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ മെമ്മറി ലൊക്കേഷനിൽ ചെന്ന് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആളെ എടുത്ത് അക്യൂമുലേറ്ററിൽ കൊണ്ട് വയ്ക്കുക. അതാണ് LDAX എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ് എന്ന് പറയാൻ കാരണം മെമ്മറി അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. 16 bit മെമ്മറി അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. മുന്നത്തെ എക്സാമ്പിൾ നോക്കി, LDAയിൽ 16 bit അഡ്രസ്സ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തത്. അക്യൂമുലേറ്ററിൽ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ. ആദ്യത്തെ 16 bit അഡ്രസ്സ് ആണെങ്കിൽ രണ്ടാമത് നമ്മൾ പറയുന്നത് രജിസ്റ്റർ പെയർ മാത്രമാണ്. LDAയിൽ നമ്മൾ പറയുന്നത് 16 bit അഡ്രസ്സാണ് നമ്മൾ ഓപ്പറൻ്റായിട്ട് കൊടുക്കുന്നത്. LDAXൽ എന്താണ്? ഏതെങ്കിലും രജിസ്റ്റർ പെയറിനെ ആയിരിക്കും. നമ്മൾ രജിസ്റ്റർ പെയറിനെ പറയുമ്പോൾ
സാധാരണ ആദ്യത്തെ രജിസ്റ്ററിനെ മാത്രമേ പറയുള്ളൂ, അത് അണ്ടർസ്റ്റുഡ് ആണ്. ബാക്കി രണ്ടാമത്തെ എൽ ഡി എക്സ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കൂടെ ഉണ്ടെന്നുള്ള കാര്യം അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എൽ എക്സ് ഐ രജിസ്റ്റർ പെയർ. എൽ എക്സ് ഐ ആണ് നമ്മുടെ ഓപ്പ് കോഡ് കൂടെ രജിസ്റ്റർ പെയർ. അപ്പോൾ 16 ബിറ്റ് ഡാറ്റയാണ് അതിൻ്റെ ഓപ്പറൻ്റ് ആയിട്ട് വരിക. അപ്പോൾ നോക്കിയേ, ലോഡ് രജിസ്റ്റർ പെയർ ഇമീഡിയറ്റ് എന്നുവെച്ചാൽ എന്താ, ദ ഇൻസ്ട്രക്ഷൻ ലോഡ്സ് 16 ബിറ്റ് ഡാറ്റ ഇൻ ദ രജിസ്റ്റർ പെയർ ഡെസിഗ്നേറ്റഡ് ഇൻ ദി ഓപ്പറൻറ്റ്. അപ്പോൾ എന്താ, അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൽ എക്സ് ഐ എച്ച് 2500H. അപ്പോൾ ലോഡ്സ് 2500H ടു എച്ച് എൽ പെയർ. അപ്പോൾ എൽ എക്സ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്, എഗെയിൻ എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു രജിസ്റ്റർ പെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി രജിസ്റ്റർ പെയർ ഏത് രജിസ്റ്റർ പെയറാണ്, അതാണ് നമ്മൾ ഓപ്പറൻ്റ് ആയിട്ട് കൊടുക്കുക, 16 ബിറ്റ് ഡാറ്റ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൽ എക്സ് ഐ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു രജിസ്റ്റർ, ഒരു എന്താണ് രജിസ്റ്റർ പെയറിൻ്റെ ആദ്യത്തെ രജിസ്റ്റർ എച്ച് ആണ്. എച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയാം കൂടെ വരുന്നത് എല്ലാണ്. ഇനി ഓപ്പറൻ്റ് ആയിട്ട് എന്താണ്, 16 ബിറ്റ് ഡാറ്റ ആണ്, 2500H. അപ്പോൾ ലോഡ്സ് 2500H ടു ദി എച്ച് എൽ പെയർ. ഓക്കെ, ഇനി അടുത്തത് എൽ എച്ച് എൽ ഡി. അവിടെയും ഓപ്പറൻ്റ് 16 ബിറ്റ് അഡ്രസ്സാണ്. അവിടെ എന്താ നോക്കിയേ, ലോഡ് എച്ച് ആൻഡ് എൽ രജിസ്റ്റേഴ്സ് ഡയറക്റ്റ്. അതാണ് എൽ ഫോർ ലോഡ്, എച്ച് എൽ എന്നുള്ളത് എച്ച് എൽ പെയർ ആണ്, ഡി എന്നുള്ളത് ഡയറക്റ്റ് ആണ്, ആൻഡ് 16 ബിറ്റ് അഡ്രസ്സ്. അപ്പോൾ ഇവിടെ എന്താ നോക്കിയേ, എൽ എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവും, എൽ എച്ച് എൽ ഡി 2040H. അപ്പോൾ അവിടെ എന്താ, കോപ്പീസ് ദ കണ്ടൻറ്റ് ഓഫ് 2040H ഇൻറ്റു ദ രജിസ്റ്റർ എൽ ആൻഡ് കോപ്പീസ് ദ കണ്ടൻറ്റ് ഓഫ് ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ ടു എച്ച്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 2040 എന്നുള്ളത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ്. ഓക്കെ, അതെടുത്ത് എവിടെ വയ്ക്കുന്നു, എല്ലിൽ കൊണ്ട് വയ്ക്കുന്നു. എൽ എന്നുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റർ കൊണ്ടുവയ്ക്കുന്നു. തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിൽ എനിക്ക് ഇതിൻ്റെ മെയിൻ എന്താണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് എവിടെ കൊണ്ടുവയ്ക്കുന്നു, എച്ച് എന്നുള്ള രജിസ്റ്റർ കൊണ്ട് ജനറൽ പർപ്പസ് രജിസ്റ്റർ കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ നോക്കിയേ, രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡാറ്റ കയറ്റുന്നത്, എല്ലിലേക്കും എച്ചിലേക്കും. എല്ലിലേക്ക് ഒരു ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് കയറ്റും, തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിൽ ഈ നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഉണ്ടാവും, അത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, എച്ചിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഇൻസ്ട്രക്ഷൻ കോപ്പീസ് കണ്ടൻറ്റ്സ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ ദ 16 ബിറ്റ് അഡ്രസ് ഇൻ ടു ദ രജിസ്റ്റർ എൽ ആൻഡ് കോപ്പീസ് കണ്ടൻറ്റ് ഓഫ് ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ ടു രജിസ്റ്റർ എച്ച്. എഗെയിൻ ഈ നമ്മളിങ്ങനെ ഈ ഒരു മാറ്റം നടത്തിയാലും ഒറിജിനലായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയ്ക്ക് വ്യത്യാസമൊന്നും വരില്ല. ഇനി അടുത്തതാണ് STA, അതായത് സ്റ്റോർ അക്യൂമുലേറ്റർ ഡയറക്റ്റ്. അപ്പോൾ അവിടെ അതിൻ്റെ ഓപ്പറൻ്റ് ഒരു 16 ബിറ്റ് അഡ്രസ്സാണ്. അവിടെ എന്താ ചെയ്യണേ, ദ കണ്ടൻറ്റ്സ് ഓഫ് ദ അക്യൂമുലേറ്റർ ആർ കോപ്പീഡ് ഇൻ ടു മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദി ഓപ്പറൻറ്റ്. ഓക്കെ, ദിസ് ഈസ് എ 3 byte ഇൻസ്ട്രക്ഷൻ. ദ സെക്കൻഡ് ബൈറ്റ് സ്പെസിഫൈസ് ദ ലോ ഓർഡർ അഡ്രസ് ആൻഡ് ദി തേർഡ് ബൈറ്റ് സ്പെസിഫൈസ് ദി ഹയർ ഓർഡർ അഡ്രസ്. അതായത് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കി, STA 4350 ഹെക്സ ആയതുകൊണ്ടാണ് എച്ച് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, കണ്ടൻറ്റ്സ് ഓഫ് ദ അക്യൂമുലേറ്റർ ആർ കോപ്പീഡ് ഇൻ ടു ദ മെമ്മറി ലൊക്കേഷൻ 4350. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ അക്യൂമുലേറ്ററിൽ ഇരിക്കുന്ന ഡാറ്റയുടെ ഇതൊരു 16 ബിറ്റ് ഡാറ്റയാണെങ്കിൽ ഇതിലെ അവസാനത്തെ 2 ബിറ്റ് അതാണ് ഇതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ ലോ ഓർ അഡ്രസ്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുക. അതായത് 50, നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4350 50 ആണ് നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ലോവർ ഓർഡർ അഡ്രസ്സ് എന്ന് പറയുക. 43 ആണ് നമ്മുടെ ഹയർ ഓർഡർ അഡ്രസ്സ് നമ്മൾ പറയാം. നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ ST എന്നുള്ളതിൻ്റെ ഓപ്പ് കോഡ് 32 ആണെങ്കിൽ 32,50,43 എന്നാണ് വരാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും പിന്നെ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ് നമ്മൾ പറയുക. അപ്പോൾ STA അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്റ്റോർ ദ കണ്ടൻറ്റ്സ് ഓഫ് ദ അക്യൂമുലേറ്റർ എവിടെ, ഇത് മെമ്മറി ലൊക്കേഷൻ 4350H. ഓക്കെ, ഇനി എന്താ STAX, അവിടെ ഓപ്പറൻ്റ് 16 ബിറ്റ് അഡ്രസ്സാണ്. നമുക്ക് അവിടെ ഗസ് ചെയ്യാം, എക്സ് വരുന്ന സ്ഥിതിക്ക് എന്തോ ഒരു രജിസ്റ്റർ പെയർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റോർ അക്യൂമുലേറ്റർ ഇൻഡയറക്റ്റ് എന്നാണ് ഇതിൻ്റെ
ഇതിൻ്റെ മീനിങ് അവരെന്താ നമ്മൾ ചെയ്യുന്നത്, കണ്ടൻസ് ഓഫ് ദ അക്യൂമുലേറ്റർ ആർ കോപ്പീഡ് ഇൻ ടു ദ മെമ്മറി ലൊക്കേഷൻ. എവിടെ, ഏത് മെമ്മറി ലൊക്കേഷനിലേക്ക്? സ്പെസിഫൈഡ് ബൈ ദ കണ്ടൻസ് ഓഫ് ദ ഓപ്പറൻറ്റ്, ദാറ്റ് ഈസ് റൈസർ പെയർ. അപ്പോൾ ഇവിടെ നോക്കിയേ, STAX 4350H എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ ചെയ്യണം നോക്കിയേ, ദ കണ്ടൻസ് ഓഫ് ദ അക്യൂമുലേറ്റർ ആർ കോപ്പീഡ് ഇൻ ടു ദി മെമ്മറി ലൊക്കേഷൻ 4350H. ഓക്കെ.